അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. വെൽക്കം ബാക്ക് ടു ജെബിൻസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു ഹാഫ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് രാവിലെ പുട്ടും പഴവും കേട്ടോ ഉണ്ടാക്കുന്നത്. പുട്ടാണ് ഉണ്ടാക്കുന്നത്, പഴം ഇവിടെ ഉണ്ട്. പിന്നെ ഞാൻ പുട്ടിൻ്റെ പൊടി വെച്ചാണ് ഉണ്ടാക്കൽ. ആദ്യം ഞാൻ ചോറ് ഇങ്ങനെ അരച്ചിട്ട് അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കൽ. പക്ഷേ അതിനേക്കാളൊക്കെ സോഫ്റ്റും ഇങ്ങനെയാണെങ്കിൽ സിമ്പിളാണല്ലോ. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ വെള്ളം പാർന്ന് അവിടെ വെച്ചാൽ മതി, നല്ല അടിപൊളിയായി വന്നോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ തന്നെയാണ് പുട്ടുണ്ടാക്കൽ, പുട്ടുപൊടി വെച്ചിട്ട്. പിന്നെ ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോൾ ഒക്കെ തീരുമാനിച്ചിരുന്നത് പത്തിരി ഉണ്ടാക്കാമെന്ന്. കാരണം ഇവിടെ ചിക്കൻ കറി ഉണ്ട്, അപ്പോൾ പത്തിരി മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്നുള്ളതിലിനി അങ്ങനെ തീരുമാനിച്ച് ഇനി കിടന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഒന്ന് രാവിലെ ഞാൻ എണീറ്റപ്പോൾ തന്നെ മോനും എണീറ്റ്. അപ്പോൾ പിന്നെ ഞാൻ ആ തീരുമാനം ചെറുതായിട്ടൊന്ന് മാറ്റി പുട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം പുട്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് പുട്ടാണ്. അപ്പം പിന്നെ അവർ കഴിച്ചോളും. എന്താ ഞാൻ അതിനുള്ളതൊക്കെ ഇങ്ങനെ ഇവിടെ പുട്ടിൻ്റെ പൊടി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, വെള്ളം പാർന്നുകൊണ്ട് പൊതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ മോൻ ഇന്ന് നല്ല ആക്റ്റീവായിട്ട്, ഓൻ്റെ രാത്രി വൈകിയാണ് കിടന്നത്, എന്നാലും ഓന് നേരത്തെ എണീറ്റിട്ടുണ്ട്. പിന്നെ ചായക്കായി, പിന്നെ ഇനി തേങ്ങയൊക്കെ ചിരണ്ടിയെടുക്കണം. ഓന് നല്ല ഇഷ്ടമായിട്ട് തേങ്ങാ വെള്ളമൊക്കെ. പിന്നെ ഓന് ഓരോ വെള്ളത്തിനോട് അങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. എല്ലാത്തിനും ഞാൻ ഉണ്ടാക്കിയ പുട്ടിൻ്റെ പൊടിയൊക്കെ വെള്ളം വരാനൊക്കെ നോക്കിയിട്ട്, അപ്പോൾ ഞാൻ അവിടെ നിന്ന് മാറ്റി വെച്ചതാട്ടോ അതൊക്കെ. അപ്പം പിന്നെ പുട്ടും തൂക്കിലൊക്കെ വെള്ളം വെച്ചു. പിന്നെ ഇനി തേങ്ങയൊക്കെ ചിരണ്ടി എടുക്കണം. പിന്നെ ഓനിപ്പൊക്കെ നല്ല ആക്റ്റീവാണ്. പക്ഷേ പിന്നെ ഇനി ഹസ്ബൻഡും മോളൊക്കെ പോയി കഴിഞ്ഞാൽ ഓന് പിന്നെ എടുത്തുകൊണ്ട് നിൽക്കണം കേട്ടോ. പിന്നെ ഓന് നിലത്തൊന്നും നിൽക്കില്ല. പിന്നെ ഓനെ ഉറക്കിയിട്ടാണ് ഇനി എൻ്റെ ബാക്കി പണികളൊക്കെ തീർക്കൽ. അപ്പോൾ ഒറ്റയ്ക്ക് ഓന് ഇങ്ങനെ ഒത്തിരി നേരമൊക്കെ കളിച്ചുകൊണ്ട് നിൽക്കുള്ളൂ. പിന്നെ അവനെ അങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കണം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഓൻ എന്നെ വിളിച്ചു കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഓൻ്റെ കാറ് ടേബിളിൻ്റെ അടിയിൽ ഒന്ന് എടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചു കൊണ്ടുപോയതാണ്. അപ്പോൾ അടുത്തെടുത്ത് ഓന് ഇങ്ങനെ കുറച്ച് നേരം കളിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കണം. അതൊക്കെ ഇപ്പോൾ നിർത്തിയിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വരും. പിന്നെ ഈ കരച്ചിലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ പിന്നെ നേരത്തെ എണീറ്റാലും വലിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് പിന്നെ ഹസ്ബൻഡ് നോക്കും. പക്ഷേ രാവിലെ എല്ലാവർക്കും അവനവൻ്റേതായിട്ടുള്ള തിരക്കുകൾ ഉണ്ടാവുമല്ലോ. അപ്പോൾ രാവിലെ പിന്നെ പണിക്കൊക്കെ പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുണ്ടാവും. അപ്പോൾ എല്ലാവർക്കും കുറേ സമയമൊന്നും ഇങ്ങനെ നോക്കാനൊന്നും കഴിയില്ല. അങ്ങനെ എനിക്ക് ചപ്പാത്തിയായിട്ട് ഉണ്ടാക്കണത്. ഓൾക്ക് പുട്ട് കൊടുത്ത പോലെ ഇപ്പോൾ പോവുമല്ലോ. പിന്നെ എനിക്ക് ചായ കൊടുക്കാൻ റെഡി ആക്കിക്കൊണ്ടിരിക്കുക. ചപ്പാത്തിൻ്റെ പൊടി വാട്ടാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചായ കൊടുത്തതിന് ശേഷം കുഴച്ചുണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ രാവിലെ ഞാൻ അങ്ങനെ അരിഭക്ഷണം രാവിലെയും രാത്രിയും കഴിക്കുകയില്ല കേട്ടോ. അരിഭക്ഷണം ഞാൻ പിന്നെ അങ്ങനെ ആദ്യം കഴിക്കുകയില്ല. ഞാൻ ഗോതമ്പോ ഓട്സോ അങ്ങനെയൊക്കെ വെച്ചിട്ടുള്ളതാണ് രാവിലെയും രാത്രിയും കഴിക്കൽ. ഉച്ചക്ക് മാത്രം ചോറ് കഴിക്കും. അപ്പം അങ്ങനെയാണ്. അപ്പം ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ചെടുക്കുക കേട്ടോ. മോളവിടെ ചായ കുടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓൾക്ക് ചായ കൊടുത്തിട്ടുണ്ട്. ഓൾക്ക് പിന്നെ കുറേ സമയം മാറ്റാനും മദ്രസക്ക് മാറ്റാനൊക്കെ കുറേ സമയം വേണം. ആക്കും പോലെയാണ് അവൾ ഇതെല്ലതും. അപ്പോൾ അവിടെ സോഫയിലിരുന്നിട്ട് കഴിക്കണത്. അപ്പോൾ ഓൻ്റെ മുന്നിൽ നിന്ന് ഓൾ ഇങ്ങനെ ചിന്തയൊന്നുമില്ല. പക്ഷെ ഓൻ്റെ മുന്നിൽ നിന്ന് അങ്ങനെയൊന്നും പറ്റില്ല. അവനെല്ലാം വാരിയായിട്ട് എല്ലായിടത്തും ആക്കും, സോഫയിലും എല്ലായിടത്തൊക്കെ. ഇപ്പോൾ ഞാൻ അവളോട് ടേബിൾ മേക്ക് നീച്ചിരിക്കാൻ പറഞ്ഞതാണ് കേട്ടോ. ഓൾക്ക് ഇഷ്ടം സോഫയിൽ ഇരുന്ന് കഴിക്കണം. എന്ത് കിട്ടിയാലും ഓൾ സോഫയിൽ കൊണ്ടുപോയിട്ട് ഇരുന്നാണ്ടാണ് കഴിക്കുക. പക്ഷെ ഇവൻ്റെ മുന്നിൽ നിന്ന് അതൊന്നും പറ്റില്ല. ഇവൻ വാരി എല്ലായിടത്തും ഓളെ പിന്നെ ശരിക്കും കഴിക്കാനും വയ്ക്കില്ല. പിന്നെ ഞാൻ അവിടെ ടേബിൾ മേക്ക് ഇരുത്തിയിട്ടുണ്ട്. പിന്നെ ഹസ്ബൻഡിൻ്റെ പണിക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സുകളൊക്കെ മടക്കി കവറിലിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് ഇന്ന് പിന്നെ ഡ്രസ്സിൻ്റെ പണിയാണ് കേട്ടോ ഹസ്ബൻഡിന്. ഡ്രസ്സിൽ പിന്നെ ഇങ്ങനെ കരാറിൻ്റെ ഒക്കെ തേപ്പൊക്കെ കരാറെടുക്കില്ല, അങ്ങനെ എടുത്ത പണിയാണ്. അപ്പോൾ മോളെ മദ്രസക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയാക്കി നിൽക്കുക കേട്ടോ. അപ്പോൾ മുടിയൊക്കെ വാർന്നെടുത്ത് പിന്നെ ഹസ്ബൻഡിൻ്റെ പണിക്കാർ വന്നതാട്ടത്. അവരെ പണിക്കാരാണ് ഉയരൊക്കെ കൊണ്ടുപോകാൻ, പണിൻ്റെ ഉയരൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വന്നതാട്ടോ. അങ്ങനെ ഓര് പോയി. പിന്നെ ഓനാര് പോവുകയാണെങ്കിലും ഓനൊപ്പം പോകണം. ഓന് നേരത്തെ തന്നെ ഇറങ്ങി റെഡി ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ പിന്നെ എന്തോ ഒന്ന് കരഞ്ഞില്ല, അല്ലെങ്കിൽ ഭയങ്കര കരച്ചിലായിരിക്കും. സങ്കടമായി ഇങ്ങനെ നിൽക്കുക കേട്ടോ. പിന്നെ ടാറ്റൊക്കെ കൊടുക്കുന്നുണ്ട്, സങ്കടപ്പെട്ട് ഇങ്ങനെ ഇവിടെ നിൽക്കുകയാണ്. പിന്നെ പിന്നീട് വന്നു കഴിഞ്ഞാൽ പിന്നെ ഓന് പിന്നെ നല്ല മൂടൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ ഓനെ എടുത്തുകൊണ്ട് നിൽക്കണം. അപ്പോൾ ഗ്ലാസ്സൊക്കെ വെച്ച് അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഓന് കറിയാക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് കൊടുത്തതിന് കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ പാത്രം കഴുകിപ്പോത്തിന് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്.
പാത്രം കഴുകി വെച്ച് പിന്നെ ഓനെ ഉറക്കിയതിന് ശേഷം കേട്ടോ ഞാൻ ചപ്പാത്തി പത്തിരി പോലെ ഉണ്ടാക്കണ ചപ്പാത്തി പലകമ്മലൊന്നും പരത്തിയിട്ടെടുത്തിട്ടില്ല. സാധാ പ്രസ്സുമ്മൽ പരത്തിയതാട്ടോ. സമയക്കുറവ് കൊണ്ടാണ്. കുറേ സമയമല്ലേ പരത്തി ഉണ്ടാക്കാൻ. പിന്നെ എനിക്ക് ഒറ്റയ്ക്കല്ലേ വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെയുണ്ട് ചെയ്തത്. അപ്പം അങ്ങനെയൊക്കെ മതിയെന്ന് വിചാരിച്ചു. പ്രസ്സുമ്മൽ പരത്തിയാണ്ട് എടുത്തതാണ്. അല്ലെങ്കിൽ അങ്ങനെ ചപ്പാത്തി ഇവിടെ ഞാൻ അങ്ങനെ എല്ലാവർക്കും പാടെ ഉണ്ടാക്കാറില്ല കേട്ടോ. എല്ലാവർക്കും അങ്ങനെ ഹസ്ബൻഡിന് വലിയ താല്പര്യമില്ല. പിന്നെ വെറുതെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കുകയില്ല. പിന്നെ അരിക്കടി തന്നെ ഓൽക്കൊക്കെ ഉണ്ടാക്കൽ കേട്ടോ. പിന്നെ ഞാനിതാ ഓണത്തിന് മുന്നേ പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക കേട്ടോ. ഉണർന്നാൽ പിന്നെ അങ്ങനെ കുറേ സമയം അങ്ങോട്ട് പോകും. അപ്പോൾ ഇന്ന് ഓന് സമയം തെറ്റിയിട്ടാണ് ഉറങ്ങിയത്. നേരത്തെ എണീറ്റുകൊണ്ട് അല്ലെങ്കിൽ കുളിച്ചിട്ട് ഒരു 11-12 മണിയൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങൽ. ഇന്ന് ഓന് നേരത്തെ ഉറങ്ങിയില്ല. അപ്പോൾ ഓൻ്റെ ഉറക്ക് ആ സമയം 11 മണി 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഓൻ്റെ ഉറക്ക് തീരും. അപ്പോൾ ആ സമയം കൊണ്ട് എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർക്കണം. തിരുമ്പലും അടിച്ച് വാരുക തുടക്കുകയൊക്കെ വേഗം തീർക്കണം. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ സമയം ഇപ്പോൾ പകലൊന്നും തീരെ സമയമില്ലല്ലോ. പെട്ടെന്ന് ബാങ്കൊക്കെ കൊടുക്കും. അപ്പോൾ ഞാൻ എല്ലാ ചപ്പാത്തിയും ചുട്ടില്ല കേട്ടോ. എനിക്ക് വേണ്ടിയിട്ട് കുറച്ചേ ചുട്ടിട്ടുള്ളൂ. ബാക്കി ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചു. രാത്രിയൊക്കെ ചൂടായി വെച്ചിട്ട്. ഇന്നലെ ഞങ്ങൾ അരീക്കോട് പോയ സമയത്ത് വാങ്ങിയതേന് കേട്ടോ ഈ പൈനാപ്പിൾ. അപ്പോൾ അവിടെ ഉണ്ടായിനി. അപ്പോൾ ഞാൻ അടുത്തിങ്ങനെ ബാക്കിയൊക്കെ ഹസ്ബൻഡും മോളും ഞങ്ങളൊക്കെ രാത്രി കഴിച്ചിനി. അപ്പോൾ ഒന്ന് ബാലൻസ് ഉണ്ടായിന്. അപ്പോൾ ഞാൻ അങ്ങനെ കഴിച്ചതാട്ടോ. പിന്നെ ഞാനിനി പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് ടേബിൾ കൊടുക്കാനും അടിച്ചു വാരുക അങ്ങനത്തെ പണികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി വന്നതാണ് കേട്ടോ. പിന്നെ ഞാൻ മീനും നന്നാക്കി വെച്ചിട്ട് ഒന്ന് തിരുമ്പി കുളിക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് വിചാരിച്ച് മീനൊക്കെ നന്നാക്കി വെച്ചതിന് ശേഷം ആണെന്ന് പോയതിട്ട് തിരുമ്പി ഓനോട് എൻ്റെ മുന്നേ കുളിയൊക്കെ കഴിച്ച് അകടിച്ചാറിൽ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് കുളിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മീനൊക്കെ ഞാൻ നന്നാക്കി വെച്ചു. പിന്നെ ഇന്നലെ ഉണ്ടായിരുന്ന ചിക്കൻ കറിക്ക് തേങ്ങ ഒക്കെ അരച്ച് അവിടെ മാറ്റി വെച്ചിട്ടോ. ചപ്പാത്തിക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് അങ്ങനെ തേങ്ങ അരച്ച കറിയാണ് കേട്ടോ അങ്ങനെ കടികൾക്കൊക്കെ ഇഷ്ടം. അപ്പോൾ അങ്ങോട്ട് വേണം എനിക്ക് ചായ കുടിക്കാൻ. പിന്നെ മീനൊക്കെ നന്നാക്കി വെച്ച് എൻ്റെ തിരുമ്പലും കുളിയും ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം ഇങ്ങോട്ട് പിന്നെ ഞാൻ ഒരു മോയ്സ്ചറൈസറൊക്കെ ഇട്ടു. പിന്നെ ഞാൻ അടുക്കളയിൽ തന്നെ പോയിട്ടു. അടുക്കളയിൽ മീൻ കറി വെക്കാനും പൊരിക്കാനും ഉപ്പേരി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് ഉച്ചക്കൊക്കെ കറി ഇവിടെ ചിക്കൻ കറിയും പിന്നെ ഉപ്പേരി അങ്ങനത്തെ ഇതൊക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ ഒറ്റയ്ക്കുള്ളൂ. ഓൽക്കും അതൊക്കെ തന്നെ മതി. ഇപ്പം എൻ്റെ രാത്രിയൊക്കെ ആട്ടെ ഞാൻ ഈ കറിയൊക്കെ ഉണ്ടാക്കുന്നത്. ഹസ്ബൻഡ് വരുന്നതിനെക്കൊണ്ട് വരുമ്പോഴത്തേക്കാണ് ഇതുണ്ടാക്കുന്നത്. ഉച്ചക്ക് പിന്നെ ആ കറിയൊക്കെ മതിയെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആ കറികളൊക്കെ കൂട്ടിയിട്ട് കഴിച്ചത്. ചോറും പിന്നെ കഴിച്ചിട്ടില്ല. ഞാൻ കഴിച്ചില്ല, കുട്ടിയൊക്കെ കൊടുത്തു. ഞാനിനി പപ്പടം ഉപ്പേരിയൊക്കെ ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചതാട്ടോ. അപ്പം അയിലമീനാണ് ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അയിലമീൻ കറിയും വെച്ചു. പിന്നെ പൊരിച്ചും ചെയ്തു. പിന്നെ വെണ്ടക്ക ഉപ്പേരിയും വെച്ചു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇത് സാധാരണ എൻ്റെ ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. നമ്മൾ വീട്ടിൽ ഇങ്ങനെ നിൽക്കില്ലേ, ഇത്രയൊക്കെ തന്നെ കാണിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ വെണ്ടക്കൊക്കെ ഉള്ളതൊക്കെ അരിഞ്ഞ് വെക്കുകയാണ്. ഇപ്പോൾ മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ കറിക്ക് ഞാൻ മീൻ കറി വെച്ചാൽ എൻ്റെ ഉമ്മച്ചിയൊക്കെ ഉണ്ടാക്കണ മാതിരി തന്നെ കേട്ടോ വെക്കൽ. പക്ഷെ അത്ര അങ്ങോട്ട് ടേസ്റ്റ് ഇങ്ങോട്ട് കിട്ടില്ല, എന്താണെന്നറിയില്ല. ഉമ്മച്ചിൻ്റെ അതേപോലെയൊക്കെ അതൊക്കെ ഞാൻ സ്റ്റെപ്പൊക്കെ ഫോളോ ചെയ്യൽ അത് തന്നെയാണ്. പക്ഷെ എന്തോ അവിടെ ഒരു മിസ്സിങ് സംഭവിക്കാറുണ്ട്. അത്ര അങ്ങോട്ട് റെഡിയായി വരാറില്ല. ഞാൻ അതുകൊണ്ട് അങ്ങനെ മീൻ കറി വെക്കലില്ല കേട്ടോ. എനിക്ക് തന്നെ എന്തോ ഒരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മീൻ കറി വെക്കുള്ളൂ. പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി അപ്പോഴത്തേന് അവിടെ ഉപ്പേരിക്കായി പപ്പടം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ചോറ് തിന്നാൻ ഒരുങ്ങാണ് കേട്ടോ. ചോറും തിന്നു. അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ അത്രയൊക്കെ തന്നെ ഉള്ളൂ. ആഡംബരങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഡേ ഇൻ മൈ ലൈഫ് അത്രേ ഉള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പം ഇപ്പം ബൈ ബൈ, ടാറ്റാ.